ദൈവത്തിൻ്റെ പരിശുദ്ധവും പാവനവുമായ തിരുനാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവിക ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സർവശക്തിക്കെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. ദൈവകൃപയാൽ ഇന്ന് 19-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ ആസ്വാദ്യമായ ഒരു സങ്കീർത്തനം എന്ന് പറയാം. ദ ഗ്ലിംസസ് ഓഫ് ഗ്ലോറി, ദൈവമഹത്വത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ പ്രതിഫലനം അതേക്കൂടെ എങ്ങനെയൊക്കെയാണെന്ന് വിവരിക്കുന്ന ആ ഒരു സങ്കീർത്തനമാണ്. മനോഹരമായൊരു സങ്കീർത്തനമാണ് ഇത്. പറയുന്നത് ഇതിനൊരു ഹെഡിങ് കൊടുക്കുക: ഗോഡ്സ് ഗ്ലോറി ഇൻ നേച്ചർ ആൻഡ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം പ്രകൃതിയിലും തിരുവെഴുത്തിലും രണ്ടും ഇവിടെ വിവരിക്കുകയാണ്. രണ്ട് വാക്കുകൾ അതിന് പ്രത്യേകം കൊടുക്കാറുണ്ട്: ദ വേൾഡ് ആൻഡ് ദ വേർഡ് എന്ന്. വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ഉദ്ദേശിക്കുന്നതാണ്. ദ വേൾഡ്, ഗോഡ്സ് മെസ്സേജസ് ഇൻ ദിസ് വേൾഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ വേർഡ്. വേർഡ് എന്ന് പറഞ്ഞാൽ വചനം. ഇവിടെ പറയുന്നത് പ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സങ്കീർത്തനത്തിൽ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളുമില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യൻ. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇത്രയും ഭാഗത്താണ് ഈ പ്രകൃതിയെക്കുറിച്ച് 8-ാമത്തെ സങ്കീർത്തനത്തോട് സാമ്യപ്പെടുത്തിയത് പറയുന്നുണ്ട്. ഈ ഹെവൻ ഡിക്ലെയർസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയും. അതായത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി ഒന്ന് തല ഉയർത്തി നോക്കിയാൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റും. അവൻ മൂഢനാണ്, അവൻ മണ്ടനാണ്, അവൻ്റെ കണ്ണ് അന്ധമായി പോയിരിക്കുകയാണ്. ദൈവം അങ്ങനെയുള്ളവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സൃഷ്ടാവില്ലാതെ സൃഷ്ടിയില്ല. ക്രിയേഷൻ വിത്ത് ക്രിയേറ്റർ. ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രിയേറ്റർ ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഇവിടെ പറയും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് എത്ര മനോഹരമായിട്ടാണത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശവിധാനം അവൻ്റെ കൈവേലെ കാണിക്കുന്നു എന്ന് പറയുന്നത്. പകലിന് വാക്കൊഴുകിയിട്ട് പകലും രാത്രിയും എല്ലാം. ഇത് ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു വിവരണമായിട്ട് കാണാം, വളരെ മനോഹരമായിട്ട് കാണാം. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. രാത്രി പോലും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക. രാത്രി അല്ലേ, പകല് ദൈവം സംസാരിക്കുന്നു, രാത്രി ദൈവം സംസാരിക്കുന്നു. പകലിൽ സൂര്യൻ്റെ സാന്നിധ്യം, രാത്രിയിൽ സൂര്യൻ്റെ അസാന്നിധ്യം. സൂര്യൻ എങ്ങോട്ടും പോകുന്നില്ല, എന്നാൽ ഭൂമിയുടെ ഭ്രമണഭാഗത്താൽ അങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ കാവ്യാത്മകമായ ഭാഷയിൽ സൂര്യൻ തൻ്റെ ഓട്ടം ഓടുന്നു എന്നാണ് പറയുന്നത്. ഓട്ടം ഓടിത്തേക്കുന്നു എന്നാണ് പറയുന്നത്. കാവ്യാത്മകമാണ് അത്, തിയററ്റിക്കലല്ല, കാവ്യാത്മകമായ കവിഭാവനയാണത്. അവിടെ സൂര്യനെ നോക്കുമ്പോൾ, ചന്ദ്രനെ നോക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് സാധിക്കണം. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. എത്ര മനോഹരമായിട്ടത്. അതായത് പറയുകയാണ് എല്ലായിടവും അതിൻ്റെ അളവുനൂല് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയത്തെ രേഖ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോന്നല്ലേ. എല്ലാത്തിനും എത്ര ക്രമീകൃതമായിട്ട് അതിൻ്റെ സമയം തെറ്റാതെ അത് കറക്റ്റായിട്ട് വരുന്നു അല്ലേ. എല്ലാ ഭ്രമണപഥത്തിലെല്ലാം ചലിക്കുന്ന അതിൻ്റെതേ ക്രമം അനുസരിച്ചാണ്. ആ ക്രമം തെറ്റിയാൽ എല്ലാം കൊളാപ്സ്ഡായി, എല്ലാം താറുമാറാകും. ഒന്നിച്ച് ഭ്രമണം മാറിയാൽ. ഇത് എത്ര അത്ഭുതം നോക്കി. വേഗത എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ ഈ റേഡിയം രശ്മികൾ 1 സെക്കൻഡിൽ 3 വട്ടം ഭൂമിയെ വലം വെച്ച് വരും. എന്നിട്ട് അത് വിശ്രമിക്കാനും സമയം കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് സ്പീഡ്. അത് സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, ഹൈ സ്പീഡ് എന്ന് പറയാൻ. എത്ര സ്പീഡാണ്? 1 സെക്കൻഡിൽ 3 വട്ടം ഭൂമിയെ വലം വെച്ചിട്ട് വരുന്ന റേഡിയം രശ്മികൾ. എന്നാലോ
ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമിയിൽ എത്തിച്ചേരാത്ത ചില നക്ഷത്രങ്ങൾ, ചില പ്രകാശങ്ങൾ, ധൂമകേതുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണ്, വാസ്റ്റാണത്. ദൈവം ആകാശത്ത് ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ട് ദൈവം ഇതിനെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അതൊരു പുസ്തകമാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ടീച്ച് ചെയ്യുകയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അത് മണവരെന്ന് പറയപ്പെടുന്ന മണവാളതിന് വീരനെ പോലെ തന്നെ ഓട്ടമോടുവാൻ സന്തോഷിക്കും. ആകാശത്തിൻ്റെ അറ്റത്തവന് ഉദയവും ആറുതി വരെ അതിൻ്റെ അയനുമാണ്. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. പ്രകാശം, സൂര്യൻ അല്ലേ, സൂര്യൻ ഉദിക്കുന്നു. എല്ലാ പ്രകാശങ്ങൾ, എല്ലാ ലൈറ്റുകൾ മനുഷ്യൻ കത്തിച്ചാലും അതിന് തുല്യമാകുന്നില്ല. എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാം അന്ധകാരമെല്ലാം മാറുകയാണ്. മാത്രമല്ല അവിടെ വിത്ത് ഹീറ്റ്, ചൂട്, ഭൂമിയെ ചൂട് എല്ലാ ഊർജം, സൗരോർജം, അത് സസ്യങ്ങളുടെ നിലനിൽപ്പിനെല്ലാം ഉപകരിക്കുന്നതാണ്. എല്ലാറ്റിലും എന്തൊക്കെയാണ് സവിശേഷതകൾ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായത്. അതിനു മുമ്പും ഉണ്ട്. ഉള്ളത് മനുഷ്യൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്താണ് ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് ആശ്രയം വയ്ക്കുന്നത്. ഇവരുടെ പൂർവ്വപിതാക്കളുടെ നാളുകളിൽ ഇവരുടെ പേരൻസൊക്കെ എന്ത് ചെയ്താണ്, ഈ ശാസ്ത്രശാസ്ത്രം വളർന്നിട്ടില്ലായിരുന്ന കാലഘട്ടമുണ്ട് അല്ലേ. വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ലാത്ത കാലഘട്ടങ്ങൾ, മെഡിസിനൊന്നും ഇത്ര ഇല്ലാതിരുന്ന കാലഘട്ടങ്ങൾ, രോഗങ്ങളും ഡിറ്റക്റ്റ് ചെയ്യാതിരുന്ന കാലഘട്ടങ്ങൾ. അന്നും അവർ എന്തിലാശ്രയിച്ചിരിക്കാം? ദൈവത്തിൽ ആശ്രയിച്ചിരിക്കാം അല്ലേ. അവർ ദൈവത്തിലാണ് അന്ന് ആശ്രയിക്കാൻ. ഒരു സയൻസ് ഒന്നും, ശാസ്ത്രീയ ശാഖയൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പം ഇന്നത്തെ ഇവർ വെറും ഫൂളിഷ് മാൻ ആയി മാറുകയാണ്, വെറും മൂടന്മാർ. കാരണം ഇന്ന് ആവർത്തിച്ച് പറയാൻ കാരണം ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നതുകൊണ്ടാണ്. ഈ മണ്ടത്തരത്തിന് പിന്നാലെ പോകുന്ന കുറേ മൂടന്മാർ. എന്തിനോ വേണ്ടി അവർക്കൊരു ഇൻസൈറ്റ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ഇവിടെ പറയുന്ന 7-ാമത്തെ വാക്യം മുതൽ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇവിടെ ഒരു 6 കാര്യങ്ങളോടെ പറയാം. യഹോവയുടെ ന്യായപ്രമാണം, പിന്നെ യഹോവയുടെ സാക്ഷ്യം വിശ്വാസീയമാകുന്നു, അത് അല്പബുദ്ധി ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് നീക്കി നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ഏകദേശം 6 കാര്യങ്ങളോട് പറയുക. 1 യഹോവയുടെ ന്യായപ്രമാണം, 2 യഹോവയുടെ സാക്ഷ്യം, 3 യഹോവയുടെ ആജ്ഞകൾ, കമാൻഡ്മെൻറ്റ്സ്, യഹോവയുടെ കൽപ്പന, പിന്നെ യഹോവയുടെ കൽപ്പന, പിന്നെ യഹോവ ഭക്തി, യഹോവയുടെ വിധികൾ, ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. ഇവയെല്ലാം ഓരോന്നും തികവുള്ളത്. 1-ാമത്തെ ന്യായപ്രമാണം തണുപ്പിക്കുന്ന പറയുന്നത് അല്ലേ. അത് ഒരു കാരാഗൃഹത്തിലകപ്പെട്ട ഒരു മനുഷ്യന് ഒരു വ്യക്തി ഒരു ബണ്ടിൽ പുസ്തകങ്ങൾ അവിടെ കൊണ്ട് വായിക്കാൻ കൊണ്ട് കൊടുത്തെന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം അതൊന്നും വായിച്ചിട്ടൊന്നും ആശ്വാസം കിട്ടുന്നില്ല. അതിനിടയ്ക്കുന്ന ഒരു ലഘുലേഖ കിട്ടി, ഈ മഹത്വ തീരത്തേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ മഹാരക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ലേഖക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത്രയും. അപ്പോൾ ദൈവത്തെ കൂടാതെയുള്ള സാഹിത്യം പോലും നിലനിൽക്കുകയില്ല. സാഹിത്യത്തിനൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അവൻ്റെ സാഹിത്യം അവനെ രക്ഷിക്കില്ല എന്ന് തിരുവഴുത്തിൽ പ്രവാചക പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സാഹിത്യവും നിലനിൽക്കുകയില്ല. ലിറ്ററേച്ചർ എന്തിലൊക്കെ മനുഷ്യൻ പോകുന്നു, സാഹിത്യ കൃതികളിലേക്കൊക്കെ പോകുന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥമായി തൃപ്തി നൽകിയില്ല. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് പ്രഷ്യസാണ്. അത് ധ്യാനിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നത് വളരെ മനോഹരമാണ്. പിന്നെ യഹോവയുടെ സാക്ഷ്യം, ദൈവത്തിൻ്റെ സാക്ഷ്യം, അതെല്ലായിടത്തും ഉണ്ട്. ഈ സാക്ഷ്യം ഓരോ വ്യക്തി ജീവിതങ്ങളുണ്ട്, പ്രകൃതിയിലും ഒക്കെ ഉണ്ട്. യഹോവയുടെ കൽപ്പന, അതനുസരിക്കുന്നത്. യഹോവയുടെ ആജ്ഞകൾ, അതായത് ദൈവം പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. അതൊക്കെ തിരുവഴുത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തിരുവഴുത്തിൽ നമ്മൾ പരിശോധിക്കണം, ദൈവവചനം വായിക്കണം, ഹൃദയസ്ഥമാക്കണം. അതാണ് ഏറ്റവും നമ്മുടെ ജീവനായിട്ട് മാറുക. എന്നേക്കും അവസാനം വരെയും നമ്മളെ പോഷിപ്പിക്കുക. നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ ഇക്വേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ ജോലിക്കോ വേണ്ടി അത് സാധിച്ചെന്നിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായി നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ വഴി നടത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നമ്മളെ വഴി നടത്തുന്നു, നമ്മളെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ദൈവത്തെ വെളിപ്പെടുത്തുന്നില്ല, ദൈവത്തിൻ്റെ വചനമാണ്. യഹോവയുടെ കൽപ്പന നിർമ്മലമായത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോഭക്തി നിർമ്മലമായത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായിട്ട് ഒട്ടൊഴി നീതിയുള്ളവാകുന്നു. അവ പൊന്നിലെയും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ, അടിയനും അവയാൽ പ്രഭാവം ലഭിക്കുന്നു. ഇതിൻ്റെ വില മനസ്സിലാക്കി നമ്മൾ ചിന്തിക്കുക. പൊന്നിനേക്കാൾ വിലയേറിയ, തങ്കത്തേക്കാൾ വിലയേറിയ, തേനിനേക്കാൾ മധുരമുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ നമ്മളതിനെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവവചനത്തെ എത്ര മാധുര്യമാണ്, എത്ര പ്രഷ്യസാണത്. അവയെ പ്രമാണിക്കുന്നതിന് വളരെ പ്രതിഫലമുണ്ട്. ഇനി അടുത്ത് പറയുകയാണ്,
മറ്റൊരു പോർഷൻ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാരും മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, തെറ്റുകളെ എനിക്ക് മനസ്സിലാക്കണം. അത് ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണം. അറിഞ്ഞ തെറ്റുകളുണ്ട്, അറിയാത്ത തെറ്റുകൾ. ഇന്ന് മനുഷ്യന് ഈ സൗജന്യ പരിശോധന, ചികിത്സ, സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ വരുമ്പോൾ ജനം സൗജന്യമാണെന്ന് പറഞ്ഞ് പോവുകയാണ്, ഡിറ്റക്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ചിലപ്പോൾ രോഗമില്ലാത്തവരായി പോകുന്ന രോഗമുള്ളവരായിട്ടൊക്കെ മറിഞ്ഞു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് കണ്ടെത്താൻ പറ്റാത്ത പലതും മനുഷ്യൻ കണ്ടുപിടിച്ച മെഷീൻസ് അത് കണ്ടുപിടിക്കുന്നുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. പരിശോധന കൊടുക്കണം, നമുക്ക് കണ്ടുപിടിക്കും. പക്ഷേ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ തെറ്റുകളെ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാ പാപങ്ങൾ, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളെ അതീശത്വം ചെയ്യുന്ന പാപങ്ങളുണ്ട്. മേധിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന പാപങ്ങൾ, ഭരിക്കുന്ന, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ നമ്മൾ ഭരിക്കുകയാണ് ചില പാപങ്ങൾ. അങ്ങനെയുള്ള പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, അതെൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതിനുള്ള സൊല്യൂഷനൊക്കെ അറിയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചോടെ ഉയർത്തുന്ന പിന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അന്ന് രക്ഷിക്കപ്പെടും. ഇപ്പം യേശുവിനെ കർത്താവായിട്ട് പത്രോസ്ലേഖനത്തിൽ പറയാം, നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ആ ലോഡ്ഷിപ്പിലേക്ക് നമ്മൾ വന്നാൽ ഈ പാപത്തിന് ബന്ധനങ്ങളെല്ലാം അഴുകിയ, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപത്തെ ജയിക്കാനായിട്ടുള്ളത് യേശുവിലാണ്. തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവനോട് പാപങ്ങൾ രക്ഷിപ്പാനിരിക്കേണ്ടവൻ യേശു എന്ന് പേരിടാണ്. അപ്പം നമ്മുടെ തിന്മകളുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക, ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇനി ഞാൻ അതിനാൽ നീയാണ് എൻ്റെ സ്വന്തം, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തരുന്നു, എൻ്റെ ഹൃദയത്തിൽ നീ രാജാവായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ജീവിക്കാൻ പറ്റും. ഓവർകമ്മിങ് വർഷങ്ങളായിട്ടുള്ള പഴകിയ പോയി എല്ലാം യേശുവിനെ കൈക്കൊണ്ട് ഒരു നിമിഷം കൂടെ അതെല്ലാം ഒരു ജീവിതത്തിൽ വിട്ടുപോയത് അത്രയാണ്. വൈദ്യശാസ്ത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത തിന്മകൾ നിമിഷങ്ങൾ കൊണ്ട് അതെല്ലാം വിട്ടുമാറുന്നത്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മളതിന് വിട്ടുകൊടുക്കണം. എൻ്റെ പാറയും എൻ്റെ വേണ്ടിയിട്ട് പാനമേ ഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. തുടർന്ന് പറയാം, നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, നമ്മുടെ സംഭാഷണങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം, മെഡിറ്റേഷൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ മെഡിറ്റേഷൻ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്തൊക്കെയാണ് ധ്യാനിക്കുന്നത്, ദൈവത്തെ ചിന്തിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കണം. അത് ദൈവമേ നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഈ വിധമുള്ള അനുഗ്രഹത്തിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ആസ്വാദ്യത, യഹോവ നല്ലവൻ്റെ രുചിച്ചെറിവെന്ന് പറയുന്നത് സത്യമായിട്ട് മാറുക. അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ദൈവം നമുക്ക് ഏറ്റവും അടുത്തവനായിട്ട് മാറും. ചെറിയൊരു നിരീശ്വരവാദി ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചു, നിൻ്റെ ദൈവത്തിന് എന്നാ പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറഞ്ഞു, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം സ്വർഗങ്ങളിലും ഒന്നും ഒതുങ്ങിക്കൂടാതോണം വലിയവനാണ്, പക്ഷേ എൻ്റെ ചെറിയ ഹൃദയത്തിൽ വസിക്കുന്ന തരത്തിൽ അവൻ ചെറിയവനായി തീർന്നവനുമാണ്. അതാണ് ഏറ്റവും വലിയ ഡെഫിനേഷൻ. ആ നിശ്ചയവാദി ആശ്ചര്യപ്പെട്ടു. കാരണം ഈ ഒരു ഉത്തരത്തിൽ ദൈവം അത്ര വലിയവനാണ്, ഒരിടത്ത് വ്യക്തിയില്ല, പക്ഷേ ദൈവം ചെറുതായി അവൻ എന്നിൽ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിലും നമ്മുടെ ജീവനും ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്നേഹവനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രകൃതിയിലേക്ക് നോക്കി നിൻ്റെ മഹത്വം ദർശിപ്പാൻ, നിൻ്റെ കൈവിരലുകളുടെ പണിയായ ആകാശത്തെ കാണുവാൻ, പ്രകൃതിയിൽ ഓരോന്നിലും നിൻ്റെ ഓരോ പുൽനാമ്പിലും നിൻ്റെ കരവരുത് കാണുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്നാൽ അത് പുറമേ ഉള്ളതായിരിക്കെ ദൈവവചനത്തിൽ നോക്കി ഞങ്ങളിൽ തന്നെയുള്ള വെളിപാട് കാണുവാൻ, ഞങ്ങളിലുള്ള ദൈവസ്നേഹത്തെ, ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ നിയമത്തെയൊക്കെ കാണുവാൻ, അത് സ്വീകരിപ്പാനും അനുസരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറയാൻ ഞങ്ങളുടെ പാർത്ത യേശുവേ, നീയാണ് വചനം, നീയാണ് വചനത്തിൻ്റെ വികാസനം. നീ ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ. പാപത്തിൽ ഞങ്ങൾ വിടുവിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കർത്താവും രക്ഷകനും നാഥനുമായി വാണരുളണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാറ്റിനായി സ്തോത്രം. ഇതുവരെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തുതി. ഇതെല്ലാം മനസ്സിലാക്കാൻ ഞങ്ങൾ കൃപ തരുന്നതിനായി സ്തുതി. തുടർന്ന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ.
ഞങ്ങളിൽ കൂടെ തിരുനാമം മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.